മറ്റു മലയോര വിനോദ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടേക്കുള്ള യാത്രയിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കണമെന്ന് ഏതൊരാളും കൊതിക്കുന്ന ഒന്നാണ് ഊട്ടി മൗണ്ടൻ റെയിൽവേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു. കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. 125 വർഷത്തിലേറെയായി കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ശീതീകരിച്ച് കിടക്കുകയാണ്. നീലഗിരിയുടെ സങ്കീർണമായ കൊളോണിയൽ ചരിത്രത്തിന്റെ അവശിഷ്ടം. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ ഭാഗമായ ഈ സ്റ്റേഷൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ സ്വപ്നമാണ്. ഉദകമണ്ഡലം അഥവാ ഊട്ടി നീലഗിരിക്കുന്നുകളുടെ വന്യഭംഗിയുടെ അവസാനയിടം. ഇന്ത്യയുടെ വിനോദ ഭൂപടത്തിൽ തമിഴ്നാടിന് 1-ാം നിര സ്ഥാനം സമ്മാനിച്ച പ്രദേശം. മണിക്കൂറിൽ ശരാശരി 10.4 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തു നിന്ന് 46 കിലോമീറ്റർ അകലെ 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഈ വിനോദസഞ്ചാര തീവണ്ടി സഞ്ചരിക്കുന്നത്. 4.5 മണിക്കൂറാണ് സഞ്ചാരസമയം. ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഇതിനെയും ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയും യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ കയറ്റങ്ങൾ കയറാൻ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ് ക്ലാസിൽപ്പെടുന്ന എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു തവണ സർവീസ് നടത്താൻ ഈ തീവണ്ടിക്ക് ഏകദേശം 8000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. റെയിൽ പാളത്തിന് നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പിനിയൻ സങ്കേതമാണ് മലകയറ്റത്തിന് തീവണ്ടിയെ സഹായിക്കുന്നത്. ആയിരത്തി 1918, 1950 കാലഘട്ടത്തിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പൽചക്രം ഉപയോഗിച്ച് കയറ്റം കയറുന്ന പാതയും വണ്ടിയും റാക്ക് റെയിൽവേ ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ്.